ഈ പേരൻസ് എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്നത്? എന്തിനാ ഇവരിങ്ങനെ ഞങ്ങളോട് A+ വാങ്ങാൻ പറയുന്നത്? എന്തിനാ എക്സാം ആകുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറയുന്നത്? എല്ലാ മക്കൾക്കും ഇത് കേൾക്കുമ്പോൾ ദേഷ്യമാണ് തോന്നുക അല്ലെ? പല വീടുകളിലും ഇന്ന് സംഭവിക്കുന്നതാണ്. ഇവരൊക്കെ കുറെ പഠിച്ചിട്ടാണോ? ഇവരെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ അറിയാം അന്നത്തെ ഇവരെ മാത്സിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ മാർക്ക് 1, 2, 5, 10 ഒക്കെയാണ്. ഇവർക്കൊന്നും മാർക്കില്ലല്ലോ, എന്നിട്ട് ഇവരെന്തിനാ നമ്മോട് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത്? ആ ഒരു ചിന്ത പല മക്കളിലും ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് ഈ ഒരു A+ ഈ മാർക്കും കിട്ടാത്തതിന്റെ പേരിൽ തുറക്കപ്പെടാത്ത ഒരുപാട് വാതിലുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അടക്കപ്പെട്ട ഒരുപാട് വഴികളുണ്ട്. ഈ A+ മാർക്കും ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അവര് കേട്ടിട്ടുള്ള ഒരുപാട് പഴിചാരലുകളും വാക്കുകളും ഇന്നും അവരുടെ മനസ്സിലുണ്ട്. ഇതൊന്നും നമ്മുടെ മക്കൾക്ക് വരരുത് എന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പേരൻസ് നമ്മളെങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ നന്നായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ പേരൻസ് ആണ്. ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പേരൻസ് എപ്പോഴും നമ്മുടെ പിറകിൽ ഇങ്ങനെ വന്നിട്ട് പഠിക്കണം, മാർക്ക് വാങ്ങണം, A+ വാങ്ങണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കി മുന്നേറുക.